ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന LDC ട്രിവാൻഡ്രം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇത് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫേഴ്സിൻ്റെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഫാം വർക്കറിൻ്റെ എക്സാമിന് ചോദിച്ച മുഴുവൻ കറണ്ട് അഫേഴ്സും നമ്മുടെ കറണ്ട് അഫേഴ്സ് സീരീസിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആ ക്ലാസ്സൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കൊന്ന് റിവിഷൻ ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. P. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ. P. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് നിഴൽ ഉറങ്ങുന്ന വഴികൾ. നിഴൽ ഉറങ്ങുന്ന വഴികളാണ് P. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ. P. വത്സല അന്തരിച്ചത് എന്ന്. P. വത്സല അന്തരിച്ചത് എന്ന് 2023 നവംബർ 21. 2023 നവംബർ 21 P. വത്സല അന്തരിച്ചത്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20 നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. 2023 സെപ്റ്റംബർ 21 നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20, രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് 333 രൂപ. 333 രൂപയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. 22 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപ. 346 രൂപയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. 13 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഹരിയാന, 374 രൂപ. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത്. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് വിയ്യപുരം ചുണ്ടൻ. വിയ്യപുരം ചുണ്ടനാണ് 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത്. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കാണ് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത്. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ധർമ്മടമാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ്? ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ്? പാലക്കാട്. അപ്പോൾ ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ ജില്ലയാണ് പാലക്കാട്. നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? 128ാമത് ഭേദഗതി ബില്ല്. അപ്പോൾ നാരീശക്തി വന്ദൻ അധിനിയം എത്രാമത്തെ ഭേദഗതി ബില്ലാണെന്ന് ചോദിച്ചാൽ 128ാമത് ഭേദഗതി ബില്ല്.
2023 സരസ്വതി സമ്മാൻ ജേതാവ്. 2023 സരസ്വതി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22. 2024 ജനുവരി 22 അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് വേദിയാണ് പാരീസ്. പാരീസിൽ വെച്ചാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതിയാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്നത്. ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം. ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ. എക്സ്മെയിലാണ് ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം. കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡിമെൻഷ്യ. ഡിമെൻഷ്യ രോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉദ്ബോധ്. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു ചേർത്തല തങ്കപ്പ പണിക്കർ. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. വിക്രം എന്നാണ് ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര്. നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി. നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ആണ് നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഹംഗറിയുടെ കാറ്റലിൻ കാരിക്കോയ്ക്കും USA-യുടെ ഡ്രൂ വൈസ്മാനുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഹംഗറിയുടെ കാറ്റലിൻ കാരിക്കോയ്ക്കും USA-യുടെ ഡ്രൂ വൈസ്മാനുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല. 2028 ഒളിമ്പിക്സ് അഥവാ സമ്മർ ഒളിമ്പിക്സ് വേദി. 2028 ഒളിമ്പിക്സ് അഥവാ സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പ് വേദി. 2026 ഫിഫ വേൾഡ് കപ്പ് വേദി എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിൽ വെച്ചാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 2024 G20 ഉച്ചകോടി വേദി. 2024 G20 ഉച്ചകോടി വേദി എവിടെയാണ്? ബ്രസീൽ. ബ്രസീലിലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്നത്.
കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് യു ഷറഫ് അലി. യു ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ്? മുഹമ്മദ് മുഷ്താഖ് ആയു മന്തകം. മുഹമ്മദ് മുഷ്താഖ് ആയു മന്തകമാണ് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. നീതി ആയോഗ് വൈസ് ചെയർമാൻ. നീതി ആയോഗ് വൈസ് ചെയർമാനാണ് സുമൻ ബെരി. സുമൻ ബെരിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ. നീതി ആയോഗ് CEO. നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് CEO. വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? S. സോമനാഥ്. നിലവിലെ ISRO ചെയർമാനായ S. സോമനാഥിൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. ദ്രോണാചാര്യർ അവാർഡ് 2023 ലഭിച്ച മലയാളി. ദ്രോണാചാര്യർ അവാർഡ് 2023 ലഭിച്ച മലയാളിയാണ് E. ഭാസ്കരൻ. E. ഭാസ്കരനാണ് 2023 ദ്രോണാചാര്യർ അവാർഡ് ലഭിച്ച മലയാളി. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു. സുദർശൻ സേതുവാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമ. മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കാണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്താണ് വയനാട്. വയനാടാണ് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത്. കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2024 ഏപ്രിൽ 26. 2024 ഏപ്രിൽ 26 കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 2024 ജൂൺ 24. 2024 ജൂൺ 24 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം.
അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് 2023. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. കേരള നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ. AN ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ജില്ലയാണ് കൊല്ലം. കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഏത് റഷ്യൻ വിപ്ലവ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ഏത് റഷ്യൻ വിപ്ലവ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ലെനിൻ. റഷ്യൻ വിപ്ലവ നേതാവായിരുന്ന ലെനിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്. 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്? 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ്, ഫ്രാൻസ്. ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗാണ് 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാമത് എത്തിയ രാജ്യം. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാമത് എത്തിയ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ് 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാമതെത്തിയ രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 85. 1ാം സ്ഥാനം ജപ്പാൻ, ഇന്ത്യയുടെ സ്ഥാനം 85. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യ. ഇന്ത്യയിലാണ് 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2024 ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം. 2024 ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യമാണ് ഇറാഖ്. ഇറാഖാണ് 2024 ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം. കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത്? കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3. 2023 ജനുവരി 3 കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരള ചീഫ് സെക്രട്ടറിയാണ് വി. വേണു. വി. വേണുവാണ് കേരള ചീഫ് സെക്രട്ടറി. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നീമു. കാജി നീമുവിനെയാണ് ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? കളമശ്ശേരി. കളമശ്ശേരിയിലാണ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത്. രാജ്യത്തെ ആദ്യത്തെ പോർട്ട് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വരുന്നത്? രാജ്യത്തെ ആദ്യ പോർട്ട് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് മുംബൈയിലാണ് രാജ്യത്തെ ആദ്യ പോർട്ട് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയതാര്? MB രാജേഷ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷ. ഒഡീഷയിലെ റൂർക്കേലയിൽ സ്ഥിതി ചെയ്യുന്ന ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ.
ജപ്പാനാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം. ജപ്പാന് പുറമെ USA, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. ഒഡീഷ മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ഹി. മോഹൻ മജ്ഹിയാണ് ഒഡീഷ മുഖ്യമന്ത്രി. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് N. ചന്ദ്രബാബു നായിഡു. ആണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക പുസ്തക ദിന പ്രമേയം. 2024 ലോക പുസ്തക ദിന പ്രമേയമാണ് റീഡ് യുവർ വേ എന്നതാണ് 2024 ലോക പുസ്തക ദിന പ്രമേയം. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത്. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരമാണ് സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. DRDO ചെയർമാനാണ് സമീർ വി കാമത്താണ് DRDO ചെയർമാൻ. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ വെച്ചാണ് 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നടന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യമാണ് റഷ്യയാണ് 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദിയാണ് തമിഴ്നാടാണ് 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി. കേരളത്തിൽ ആദ്യമായി സിക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരള പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കേരള പ്രതിപക്ഷ നേതാവ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോ സായിയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? ഹൈദരാബാദിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം. 31ാമത് രാജ്യമാണ് ഫിൻലാൻഡാണ് നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം. 2024 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അഥവാ COP29 വേദിയാകുന്ന രാജ്യം. 2024 UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദിയാകുന്ന രാജ്യമാണ് അസർബൈജാനിലെ ബാക്കുവിലാണ് 2024 UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദിയാകുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് BS മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. നിലവിലെ UPSC ചെയർമാൻ ആര്? മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിനു കാരണമായ ചുഴലിക്കാറ്റ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മീഷോങ് ആണ് 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. കേരള സഹകരണ വകുപ്പ് മന്ത്രിയാണ് VN വാസവനാണ് കേരള സഹകരണ വകുപ്പ് മന്ത്രി.
2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ്. മുഹമ്മദ് ഹബീബാണ് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം. ഡിജി കേരളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത് 2024. 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണ. ആർ വെങ്കിട്ടരമണയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ലോകത്തിലെ ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രിട്ടൻ. ബ്രിട്ടനിൽ വെച്ചാണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം നേടിയത്. ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടറാണ് മോഹനകുമാർ. മോഹനകുമാറാണ് ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ. നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി. നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാറാണ് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. മുത്തമിഴ് സെൽവിയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത. നിലവിലെ ബ്രസീൽ പ്രസിഡന്റ്. നിലവിലെ ബ്രസീൽ പ്രസിഡന്റാണ് ലുല ഡ സിൽവ. ലുല ഡ സിൽവയാണ് നിലവിലെ ബ്രസീൽ പ്രസിഡന്റ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ് 2023 സെപ്റ്റംബർ 2. അപ്പോൾ 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനമാണ് PSLV C-57. PSLV C-57 ആണ് ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ബ്രസീൽ. ബ്രസീലിലാണ് 2027 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയാകുന്ന രാജ്യം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയാകുന്ന രാജ്യം USA. USA വെച്ചാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്നത്. അതിൽ വിജയിച്ചത് ആരാണ്? അർജന്റീന. അർജന്റീനയ്ക്കാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ലഭിച്ചത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. സൗരദൗത്യം നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദിത്യ L1ലെ പേലോഡുകൾ. ആദിത്യ L1ലെ പേലോഡുകളാണ് 7 എണ്ണം. 7 പേലോഡുകളാണ് ആദിത്യ L1ൽ ഉള്ളത്. നിലവിലെ ലോക്സഭാ സ്പീക്കർ. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആണ് ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയാണ്?
തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയാണ് സുഗതകുമാരി. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. അതിജീവനം എന്നത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേക്ഷണത്തിനുള്ള നാസയുടെ ദൗത്യം. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേക്ഷണത്തിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ. ഡ്രാഗൺ എന്നതാണ് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേക്ഷണത്തിനുള്ള നാസയുടെ ദൗത്യം. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം. നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യമാണ് സ്വീഡൻ. സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ 32ാമത് രാജ്യം. 31ാമത്തെ രാജ്യം ഏതായിരുന്നു? ഫിൻലൻഡ്. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. തമിഴ്നാട് മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. MK സ്റ്റാലിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയാണ് 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129. 129ാം സ്ഥാനമാണ് ആഗോള ലിംഗസമത്വ സൂചിക 2024 ഇന്ത്യയുടേത്. കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരള എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. MB രാജേഷാണ് കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം. മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ഏജസ്. ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ഏജസ് എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം. വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം. വിവാ കേരളമാണ് വിളർച്ചാ വിമുക്ത കേരളത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. മൗറീഷ്യസ് ആണ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം. 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത് അമേരിക്കയുടെ ക്ലോഡിയ ഗോൾഡിന്. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. നിലവിലെ കർണാടക മുഖ്യമന്ത്രി. നിലവിലെ കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യാണ് നിലവിലെ കർണാടക മുഖ്യമന്ത്രി. മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ്. കനവാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ദി അപ്രൻറ്റിസ്. ദി അപ്രൻറ്റിസ് എന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടാണ് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യമാണ് USA. USA ആണ് ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം. 2024 മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏതു രാജ്യത്താണ്? 2024 മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ
പാലം ഏതു രാജ്യത്താണ്? അമേരിക്കയിലാണ് 2024 മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രയാൻ 3യുടെ ആകെ ചിലവ്. ചന്ദ്രയാൻ 3യുടെ ആകെ ചിലവാണ് 615 കോടി രൂപ. 615 കോടി രൂപയാണ് ചന്ദ്രയാൻ 3യുടെ ആകെ ചിലവ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് VSSCയുടെ ഡയറക്ടർ. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് VSSCയുടെ ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ. എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് VSSC ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. P വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റാണ് 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന്? 2024 ജൂൺ 9. 2024 ജൂൺ 9-നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ. 75 രൂപ നാണയമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. 2024 ICC T20 പുരുഷ വേൾഡ് കപ്പ് നേടിയത്? 2024 ICC T20 പുരുഷ വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യയാണ് 2024 ICC T20 പുരുഷ വേൾഡ് കപ്പ് ജേതാക്കൾ. ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം. രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം. 2023 അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ P വത്സലയുടെ ആത്മകഥ. 2023 അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ P വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. കിളിക്കാലം എന്നതാണ് 2023 അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ P വത്സലയുടെ ആത്മകഥ. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് പേര് നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. RBIയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? RBIയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപ നാണയം. 90 രൂപ നാണയമാണ് RBIയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. RBI നിലവിൽ വന്നതെന്നായിരുന്നു? 1935 ഏപ്രിൽ 1. ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് K കൽപ്പന. K കൽപ്പനയാണ് ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായത്? ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായത് ഇന്ദ്രൻസ് ആണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിന്റെ ഹോം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ് 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഏത് സിനിമയിലെ അഭിനയത്തിനാണെന്ന് ചോദിച്ചാൽ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടി ആരാണ്? വിൻസി അലോഷ്യസ്. രേഖ എന്ന സിനിമയിലെ അഭിനയത്തിന് 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. മികച്ച സംവിധായകൻ ആരായിരുന്നു? 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായൺ. മഹേഷ് നാരായണിനെയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. സിനിമ അറിയിപ്പ്.
മികച്ച സിനിമയ്ക്കുള്ള 53ാമത് സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത്. മികച്ച സിനിമയ്ക്കുള്ള 53ാമത് സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടി COP30 വേദിയാകുന്ന രാജ്യം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അഥവാ COP30ക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. ബ്രസീലിലെ ബെലോം എന്ന സ്ഥലത്താണ് 2025 UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP30ക്ക് വേദിയാകുന്നത്. 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? പിണറായി വിജയൻ. പിണറായി വിജയനാണ് 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റേതാണ്? മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റേതാണ്? ജപ്പാൻ. ജപ്പാന്റെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് മൂൺ സ്നൈപ്പർ. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയതാര്? ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയതാര്? എസ് സോമനാഥ്. ISRO ചെയർമാനായ എസ് സോമനാഥാണ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയത്. 2025 ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യം. 2025 ടൂറിസം വർഷമായി ആചരിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. നേപ്പാളാണ് 2025 ടൂറിസം വർഷമായി ആചരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് 2023 നവംബർ 23. 2023 നവംബർ 23 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത്. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടയിൽ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടയിൽ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടയിൽ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. കാങ്കസന്തുറൈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം. കാങ്കസന്തുറൈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയിലാണ് കാങ്കസന്തുറൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 2024 ലോക ഭൗമദിന പ്രമേയം. 2024 ലോക ഭൗമദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് 2024 ലോക ഭൗമദിന പ്രമേയം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. അല്ലു അർജുനാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലിയ ഭട്ട്, കൃതി സാനോൺ. ആലിയ ഭട്ടും കൃതി സാനോണുമാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കറ്റ്രി ദ നമ്പി ഇഫക്റ്റ്. റോക്കറ്റ്രി ദ നമ്പി ഇഫക്റ്റാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്.